സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ കാലത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രവും രൂപീകരണവും കേരളത്തിലെ അതിൻ്റെ ഇടപെടലുകൾ സംബന്ധിച്ചാണ്. കേരളം എന്ന നാടിന് മതേതരത്വത്തിൻ്റെ, വർഗ ഐക്യത്തിൻ്റെ, സാമൂഹ്യ പുരോഗതിയുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. അടിമത്തത്തെയും ജാതി വിവേചനത്തെയും മതാധിഷ്ഠിത അന്ധവിശ്വാസങ്ങളെയും ചേർത്ത് ഉയർന്നു വന്ന ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട്. എന്നാൽ ഈ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ നടുവിൽ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ശക്തികൾ പല കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനമായ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വെറും ഒരു മതസംഘടന മാത്രമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു രാഷ്ട്രീയ ആശയധാരയാണ്. മതത്തെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രീകരണമാക്കുന്ന ഒരു രീതിയാണ്. ഇത്തരം പ്രസ്ഥാനങ്ങൾ വർഗസമരത്തിൻ്റെ ആത്മാവിനെ മതത്തിൻ്റെ മറവിൽ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായിരുന്ന അബു അല മദൂദി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം വെറും മതാചാരങ്ങളല്ല, മറിച്ച് സമ്പൂർണ്ണ ജീവിത രീതിയും ഭരണരീതിയുമാണെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ്. 1941 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി രൂപം കൊണ്ടു. പിന്നീട് വിഭജനത്തോടെ അത് രണ്ട് വഴിയായി. പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു. ആദ്യം ഇന്ത്യയിലെ ജമാഅത്ത് ഭരണഘടനയെയും മതേതര ജനാധിപത്യത്തെയും എതിർത്തു. അവർക്ക് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടം മതേതരമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് പ്രായോഗിക ആവശ്യങ്ങൾ കൊണ്ടും സാമൂഹ്യ ഇടപെടലുകൾ കൊണ്ടും അവർ തങ്ങളുടെ നിലപാട് ഭാഗികമായി മാറ്റി. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി എത്തുന്നത് 1940-50കളിലാണ്. മതബോധവൽക്കരണ ക്ലാസുകൾ, പ്രസംഗങ്ങൾ, പ്രസിദ്ധീകരണം, പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അവർ മുസ്ലിം സമൂഹത്തിൽ സ്വാധീനം നേടാൻ തുടങ്ങി. പ്രതിവാരം, സഹോദരി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ വഴി അവർ ഇസ്ലാമിക ജീവിത രീതി പ്രചരിപ്പിച്ചു. പിന്നീട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ GIO തുടങ്ങിയ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രൂപീകരിച്ച് അവർ വിദ്യാഭ്യാസ മേഖലയിലും ക്യാമ്പസുകളിലും ഇടപെടലുകൾ ശക്തിപ്പെടുത്തി. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം പ്രതിദാനം ചെയ്തിരുന്ന ദീർഘകാലം മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരുന്നു. ജമാഅത്ത് മുസ്ലിം ലീഗിനെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയവാദികൾ എന്ന് വിമർശിച്ചു. മതത്തിൻ്റെ ശുദ്ധിക്കായി അവർ വേറൊരു രാഷ്ട്രീയ വഴി തേടണമെന്ന് വാദിച്ചു. ഇതോടെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയം വികസിച്ചു: മതാധിഷ്ഠിതവും പ്രായോഗിക രാഷ്ട്രീയവുമായി. ഇടതു പാർട്ടികൾ വർഗസമരത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ജമാഅത്ത് മതത്തെ കേന്ദ്രീകരിച്ച് വേറൊരു രാഷ്ട്രീയ ശക്തി വളർത്താൻ ശ്രമിച്ചു. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളിലെ ഐക്യത്തെ മതാധിഷ്ഠിത പ്രചരണങ്ങളിലൂടെ തകർക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയതായി ചരിത്രം പറയുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും SIO വഴി ഇടതു വിചാരത്തെ നേരിടാൻ ശ്രമിച്ചു. അടുത്ത കാലത്ത് ജമാഅത്തിൻ്റെ രാഷ്ട്രീയ മുഖമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് വന്നു. എന്നാൽ മത ഐഡൻറ്റിറ്റി രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി അവതരിപ്പിച്ചത് STPI ആയിരുന്നു. ഇവരുമായി ജമാഅത്തിന് ചില വിഷയങ്ങളിൽ സഹകരണമുണ്ടായപ്പോഴും പലപ്പോഴും നേതൃസ്ഥാനത്തിനായുള്ള മത്സരം നിലനിന്നു. ജമാഅത്ത് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ യുവതലമുറയിൽ വളർത്താൻ ശ്രമിച്ചു. സാംസ്കാരിക രംഗത്ത് ഇസ്ലാമിക കലയും ഇസ്ലാമിക ജീവിതശൈലിയും മുന്നോട്ട് വെച്ച് മതത്തെ ഒരു സമഗ്ര സാമൂഹിക സാംസ്കാരിക ഘടകമാക്കി മാറ്റാൻ ശ്രമിച്ചു. ബാബറി മസ്ജിദ് തകർത്ത സംഭവം ജമാഅത്ത് മുസ്ലിം സമൂഹത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ ഇത് വർഗ ഐക്യം തകർക്കുന്ന പ്രവണതയായി മാറി. ഗുജറാത്ത് കലാപം ജമാഅത്ത് മതവിവേചനത്തിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും അവരുടെ സമീപനം മത ഐഡൻറ്റിറ്റി ശക്തിപ്പെടുത്തുന്നതിലേറെയായിരുന്നു. കേരളത്തിലെ സംഭവങ്ങൾ, ക്യാമ്പസുകളിൽ SIOയുടെ പ്രവർത്തനങ്ങൾ, വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണം, STPയുമായുള്ള സംഘർഷം എന്നിവ ജമാഅത്തിൻ്റെ നിലപാടുകളെ വ്യക്തമായി തെളിയിക്കുന്നു. വർഗസമരത്തെ മതം കൊണ്ട് മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. തൊഴിലാളി, കർഷകർ, അധ്യാപകർ, വിദ്യാർത്ഥി ഇവരുടെ യഥാർത്ഥ പ്രശ്നം ശമ്പളവും തൊഴിലും ഭൂമി വിതരണവുമാണ്. എന്നാൽ ജമാഅത്ത് മതത്തിൻ്റെ പേരിൽ അവരെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ജനാധിപത്യ വിരുദ്ധ പ്രവണതയാണിത്. മതത്തെ ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനമാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തകർക്കുന്നതാണ്. ജമാഅത്തിൻ്റെ ചിന്തയിൽ മതേതര ജനാധിപത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ചില ഘടകങ്ങൾ സാമ്രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചരിത്രം തെളിയിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം പലപ്പോഴും ഇസ്ലാമിസ്റ്റ് ശക്തികളെ സോവിയറ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഉപയോഗിച്ചു. കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യവും മതേതരത്വവും വർഗീയ ഐക്യവും തകർക്കുന്നതാണിത്. ജമാഅത്തിൻ്റെ മതാധിഷ്ഠിത രാഷ്ട്രീയം ഈ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയാകുന്നു. ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടുള്ള ശക്തിയാണ്. അവർ സമൂഹത്തിൽ ചില വിദ്യാഭ്യാസ സാംസ്കാരിക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ അടിസ്ഥാനം മതാധിഷ്ഠിത രാഷ്ട്രീയവും മതേതര ജനാധിപത്യത്തോടുള്ള വൈരുദ്ധ്യവുമാണ്. ഇത്തരം പ്രസ്ഥാനങ്ങൾ
വർഗ ഐക്യത്തെയും ജനാധിപത്യത്തെയും തകർക്കുന്ന ശക്തികളാണ്. തൊഴിലാളി, കർഷകർ, സാധാരണ ജനങ്ങൾ ഇവരുടെ യഥാർത്ഥ ശത്രുവാണ്. മതേതര സഹജീവിതമല്ല, മറിച്ച് ക്യാപിറ്റലിസ്റ്റ് ചൂഷണവും സാമ്രാജ്യത്വവുമാണ്. നമ്മുടെ മുന്നിൽ ഉള്ള ദൗത്യം മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ്. വർഗ ഐക്യം ഉറപ്പാക്കുക, മതേതര ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. മതത്തിൻ്റെ മറവിൽ രാഷ്ട്രീയാധികാരം തേടുന്ന ഏതു ശക്തിക്കും, അത് ജമാഅത്തായാലും മറ്റേതെങ്കിലും ആയാലും, നമ്മൾ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം.